ഹല്ലേലൂയ. ദൈവവചനം സ്വീകരിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 118 സങ്കീർത്തനം 15 തിരുവചനത്തിൽ ഇപ്രകാരം വചനം പ്രഖ്യാപിക്കുകയാണ്: നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെ ഘോഷമുയരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി ഇതാണ്. നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ സ്നേഹത്തിന്റെ ഘോഷമുയരുവാൻ, ആനന്ദത്തിന്റെ ഘോഷമുയരുവാൻ കർത്താവ് അതിയായി ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവ് നൽകിയ വചനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അല്പസമയം പാടി ആരാധിക്കാൻ പോവുകയാണ്. ഇത് ദൈവകൃപയുടെ സമയമാണ്. ഒരു പുതിയ ജീവിതം, ഒരു പുതിയ അഭിഷേകം, ഒരു പുത്തൻ ശക്തി കർത്താവ് ഈ സ്തുതി ആരാധനയിലൂടെ നമ്മളിലോട്ട് കൊണ്ടുവരികയാണ്. നമുക്കൊന്ന് ചേർന്ന് കരമടിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ. പുതിയ അഭിഷേകം നൽകണമേ, പുതിയ കൃപ നൽകണമേ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. പരസ്പരം നോക്കി പങ്കുവെച്ച് പുഞ്ചിരിച്ചോട് പാടി ആരാധിച്ച് ദൈവകൃപയാലേ കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. കർത്താവെന്നും വാഴുന്ന നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് വസിക്കണ്ടേ, നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് പണിയണ്ടേ. ആ ബോധ്യത്തോടെ എല്ലാവരും ഇരുവശങ്ങളിലേക്കും കരമടിച്ചു പാടുന്നു. സ്നേഹത്തിൽ പറഞ്ഞിടും, സ്നേഹത്തോടെ നൽകിടും, സ്നേഹത്തോടെ അല്ലാതെ പെരുമാറുകയില്ല. ചേർന്ന് പാടി. സ്നേഹത്തിൽ പറഞ്ഞിടും, എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ ഈ ഒരു അഭിഷേകം നമ്മുടെ കുടുംബം സ്വീകരിക്കട്ടെ. സ്നേഹത്തോടെ അല്ലാതെ പെരുമാറുകയില്ല. എത്ര പേര് ആ തീരുമാനമെടുക്കുന്നു? കരമുയർത്തി അടിച്ചു പാടാം. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ. പുതിയൊരു ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പണിയും ദൈവകൃപയാലേ കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. അല്പം കൂടി സ്വരം ഉയർത്തി പാടിയേ. ഹല്ലേലൂയ. അഭിഷേകം നൽകണമേ. ഭവനമൊരുക്കിയിടും ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും, ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും, ഞങ്ങൾ സ്വർഗമൊരുക്കി. ഇരു കരങ്ങളും പരിപൂർണം ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കുടുംബങ്ങളിലേക്ക് വരണമേ. ഞങ്ങളെ കുടുംബം നേരിടുന്ന എല്ലാ തകർച്ചകളിലേക്ക് വരണമേ. ഞങ്ങളെ കുടുംബത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലേക്കും വേദനകളിലേക്കും പ്രതിബന്ധങ്ങളിലേക്കും പരിശുദ്ധാത്മാവെ വരണമേ. സകല അശുദ്ധികൾ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, കർത്താവ് വസിക്കുന്ന കുടുംബമായി ഞങ്ങളുടെ കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, ഞങ്ങളുടെ കുടുംബം മുഴുവനെയും വിശുദ്ധീകരിക്കണമേ. കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ. കുടുംബ അന്തരീക്ഷത്തെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും ഹൃദയം തുറന്ന് വിശ്വസിച്ച് യേശു നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇത് കൃപയുടെ സമയം, അത്ഭുതത്തിന്റെ സമയം, കർത്താവ് ഇടപെടുന്ന സമയം. വിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ. യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന നാരകീയ സ്വാധീനങ്ങൾ, നാരകീയ ശക്തികൾ, പൈശാചിക ആധിപത്യങ്ങൾ, സാത്താൻ അടിസ്ഥാനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക അഗ്നിയാൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, ഒഴുകട്ടെ. കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങൾ അവിടുന്ന് പണിയണമേ. ഞങ്ങളുടെ മക്കൾ അവിടുന്ന് പണിയണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ ദൈവ സ്നേഹത്താൽ പണിയണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ
ദൈവകൃപയാൽ പണിയണമേ. പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം മനസ്സിലാക്കുന്ന, പരസ്പരം അംഗീകരിക്കുന്ന, പരസ്പരം പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീത കുടുംബമായി ഞങ്ങളെ കുടുംബങ്ങളെ കരം നീട്ടി അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹത്തിന്റെ കുടുംബമായി, പങ്കുവെക്കലിന്റെ കുടുംബമായി, പ്രാർത്ഥനയുടെ കുടുംബമായി, ദൈവിക പരിശുദ്ധിയുടെ കുടുംബമായി രൂപപ്പെടട്ടെ, രൂപപ്പെടട്ടെ. Lord, bless, bless, bless. നസ്രസിന് തിരുകുടുംബം പോലെ ഞങ്ങളെ കുടുംബങ്ങൾ കർത്താവേ അങ്ങ് ഉയർത്തണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വളരെ വലിയ ആനന്ദത്തോടെ കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. തുടർന്ന് വരുന്ന ആഴ്ചകളിൽ കർത്താവ് വസിക്കുന്ന, കർത്താവ് പണിയുന്ന കുടുംബത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. 4-5 ആഴ്ചകളിൽ തുടർച്ചയായി ഈ വിഷയത്തുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുകയാണ്. നമുക്കറിയാം, ഈ ആധുനിക കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സാമ്പത്തിക തകർച്ചകളല്ല, പകർച്ചവ്യാധികളോ അല്ലെങ്കിൽ മറ്റു പല വിധത്തിലുള്ള വിഷയങ്ങളൊന്നുമല്ല, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയാണ്. ഇന്ന് പിശാച് കുടുംബങ്ങളിലേക്ക് നുഴഞ്ഞു കയറി കുടുംബങ്ങളെ തകർത്ത് കുടുംബ ബന്ധങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കൊക്കെ അറിയാം, സഭയുടെ അടിസ്ഥാനം കുടുംബമാണ്. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് കുടുംബത്തെ ആശ്രയിച്ചാണ്. ഒരു സമൂഹത്തിന്റെ വളർച്ച കുടുംബത്തോടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി ഇന്ന് പിശാച് കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കളെ, ക്രൈസ്തവ കുടുംബങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളെ കുറിച്ച് കർത്താവിന്റെ സ്വപ്നം എന്താണ്? എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? തുറന്നു വരുന്ന ആഴ്ചകളിൽ നമ്മൾ വചനത്തിൽ ധ്യാനിക്കാൻ പോവുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നു ക്രൈസ്തവ കുടുംബത്തെക്കുറിച്ച്. 2204 ഖണ്ഡികയിൽ CCCയിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാനായിട്ട് കഴിയും. ക്രൈസ്തവ കുടുംബം സഭാത്മക കൂട്ടായ്മയുടെ സവിശേഷമായ ഒരു പ്രദർശനവും സാക്ഷാത്കാരവുമാണ്. ഇക്കാരണത്താൽ അത് ഗാർഹിക സഭ എന്ന് വിളിക്കപ്പെടണം. അത് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും ഒരു സമൂഹമാണ്. പുതിയ നിയമത്തിൽ വ്യക്തമായി കാണുന്നത് പോലെ അതിന് സഭയിൽ അതുല്യമായ ഒരു സ്ഥാനമുണ്ട്. തിരുസഭ ഓരോ കുടുംബങ്ങളെയും വളരെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. കർത്താവ് ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 25-ാം വചനത്തിൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനുള്ള ബന്ധത്തിൽ കർത്താവ് സംസാരിക്കുകയാണ്. നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്താനങ്ങളാണ്. അവിടുന്ന് അബ്രഹാമിനോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. നമ്മുടെ കുടുംബങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ ആഗ്രഹം എന്താണെന്ന് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങൾ സഭയ്ക്കും ലോകത്തിനും അനുഗ്രഹമായി മാറുവാൻ കർത്താവ് അതിയായി ആഗ്രഹിക്കുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ സന്തതി വഴി ലോകത്തിലുള്ള സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. നാം തിരുവചനത്തിലോട്ട് വരിക. കർത്താവാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. ദൈവം സ്ഥാപിച്ച ഒന്നാമത്തെ ഘടകം കുടുംബമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 21-22 വചനങ്ങളിലൊക്കെ കാണാൻ പറ്റും. കർത്താവാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. കർത്താവ് സ്ഥാപിച്ച ആദ്യത്തെ ഘടകം കുടുംബമാണ്. എങ്കിൽ കുടുംബത്തെ കർത്താവ് സ്ഥാപിച്ചപ്പോൾ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 15-ാം വചനത്തിൽ വചനം വെളിപ്പെടുത്തുകയാണ്. ഏക ശരീരവും
ഏകാത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്? ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? വാഹമെന്ന കുദാശയുടെ കുടുംബ സ്ഥാപനത്തിന്റെ ദൈവിക ഉദ്ദേശം ഇതാണ്. ദൈവഭയമുള്ള ദൈവഭക്തരായ തലമുറകളെ നമ്മൾ കർത്താവിന് നൽകുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബങ്ങളിലൂടെ ഇത് സംഭവിക്കണം. ഇന്ന് ലോകത്തിൽ പ്രധാനമായും 4 തരത്തിലുള്ള കുടുംബങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പെടും, അത് ഉറപ്പാണ്. ഒന്നാമത്തെ കുടുംബം ആഹാബ് ജസബേൽ ദമ്പതികളുടെ കുടുംബമാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ ആഹാബിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത കാണാൻ പറ്റും. എന്താണ് ആഹാബ് ജസബേൽ ദമ്പതികളുടെ കുടുംബത്തിന്റെ പ്രത്യേകത? ഇന്ന് ഈ ലോകം എന്തൊക്കെ സ്വപ്നം കാണാൻ കൊതിക്കുന്നുവോ അതെല്ലാം അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. സമ്പത്തും സ്വാധീനവും ആൾബലവും എല്ലാം അവർക്ക് സ്വന്തമായിരുന്നു. എന്നാൽ അവരുടെ ഭവനത്തിൽ കർത്താവ് മാത്രമില്ലായിരുന്നു. ദൈവത്തെ മാറ്റി നിർത്തിയ കുടുംബം, ദൈവത്തെ തള്ളിക്കളഞ്ഞ കുടുംബം, ഇതായിരുന്നു ആഹാബിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത. രണ്ടാമത്തൊരു കുടുംബമുണ്ട്, നാബാൽ അബിഗായിൽ ദമ്പതികളുടെ കുടുംബം. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 25-ാം അധ്യായം നമുക്കിത് കാണാൻ പറ്റും. ആഹാബിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത, അവർ ഭാര്യയും ഭർത്താവും ഒരുപോലെ ദൈവനിഷേധികളായിരുന്നു, കർത്താവിനെ തള്ളിക്കളഞ്ഞവരായിരുന്നു. എന്നാൽ നാബാലിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത, ഒരു വശം നല്ല സ്ട്രോങ് ആണ്. അബിഗായിൽ അവൾ വളരെ ദൈവഭയമുള്ളവളും ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയവളുമായിരുന്നു. ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു അബിഗായിൽ. ഇന്ന് അനേകം കുടുംബങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇതുപോലെ പല സഹോദരിമാരുടെ കണ്ണുനീര് കൊണ്ട പ്രാർത്ഥന കൊണ്ടാണ്. പല സഹോദരന്മാരും അത് വളരെ തുറവിയോടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ഭാര്യയുടെ പ്രാർത്ഥനയാണ് എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത്. എന്റെ ഭാര്യയുടെ കണ്ണുനീര് നിറഞ്ഞ ആ പ്രാർത്ഥനയാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തത്. എന്നാൽ നാബാൽ വളരെ ദുഷ്കർമ്മിയായിരുന്നു, ദുഷ്ടനായൊരു മനുഷ്യനായിരുന്നു. ഭാര്യ ദൈവഭയമുള്ളവള്, എന്നാൽ ഭർത്താവ് ദുഷ്ടനും ദൈവത്തെ തള്ളിക്കളഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. ഇത് രണ്ടാമത്തെ കുടുംബമാണ്. മൂന്നാമത്തെ കുടുംബം നമുക്ക് കാണാൻ പറ്റും, അത് ജോബിന്റെ കുടുംബമാണ്. നാബാലിന്റെ കുടുംബത്തിൽ ഭാര്യ ദൈവഭയമുള്ളവളാണെങ്കിൽ ജോബിന്റെ കുടുംബത്തിലോട്ട് വരുമ്പോൾ നേരെ തിരിച്ചാണ്. ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു അപ്പൻ എന്ന നിലയിൽ ജോബ് ദൈവഭയമുള്ളവനായിരുന്നു, കർത്താവിനോട് വിശ്വാസ പുലർത്തിയവനായിരുന്നു. എന്നാൽ ജോബിന്റെ ഭാര്യ ദൈവത്തെ നിഷേധിച്ചവളായിരുന്നു. അവൾക്ക് ദൈവത്തോട് ഭയമുണ്ടായിരുന്നില്ല, അവൾ ദൈവത്തെ സ്നേഹിച്ചിരുന്നില്ല. ജോബിന്റെ പുസ്തകം 2:9 പറയുന്നുണ്ട്, തന്റെ ഭർത്താവായ ജോബിനെ നോക്കി അവൾ പറയാണ്, ഹേ മനുഷ്യ, താൻ ഇനിയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണോ? ദൈവത്തെ ശപിച്ചിട്ട് തനിക്ക് മരിച്ചുകൂടെ എന്ന് പറഞ്ഞ് അവൾ ദൈവപ്രവർത്തി നിഷേധിക്കുകയാണ്, തന്റെ ഭർത്താവിനെ അവഹേളിക്കുകയാണ്. ഇങ്ങനെയും കുറെ കുടുംബങ്ങൾ ഇന്ന് സഭയിലുണ്ട്, ലോകത്തിലുണ്ട്. ഭർത്താവിനെ അധിക്ഷേപിക്കുന്ന ഭാര്യമാരെ, ഭാര്യയെ അധിക്ഷേപിക്കുന്ന ഭർത്താക്കന്മാരെ, ചില കുടുംബങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുപോലെ ദൈവത്തെ നിഷേധിക്കുന്നവരെ. എന്നാൽ ഈ 3 കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു കുടുംബത്തെ വിശുദ്ധ വചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആ കുടുംബമാണ് എലിസബത്ത് സക്രിയ ദമ്പതികളുടെ കുടുംബം. എലിസബത്ത് സക്രിയ ദമ്പതികളുടെ കുടുംബത്തിലൂടെയാണ് തുറന്നു വരുന്ന ആഴ്ചകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ വചനത്തിൽ ധ്യാനിക്കുന്നത് അതിന് 1-ാമത്തെ പ്രത്യേകതയാണ്. വിശുദ്ധ ലൂക്കാസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 6-ാം വചനത്തിൽ നമുക്കത് കാണാൻ പറ്റും. ദൈവത്തിന്റെ വചനപ്രകാരം പ്രഖ്യാപിക്കുന്നു, അവർ ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവെ പഠിപ്പിക്കുകയാണ്. അവർ ആരാണ്? ഈ അവർ സക്രിയായും എലിസബത്തും അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, അവർ ഒരുമിച്ച് വിശുദ്ധിയോടെ ജീവിച്ചു, അവർ ഒരുമിച്ച് പങ്കുവെച്ചു, അവർ ഒരുമിച്ച് ആരാധിച്ചു, അവർ എപ്പോൾ ഒരുമിച്ചായിരുന്നു, ഒരുമിച്ച്. അവർ കുടുംബജീവിതത്തിന്റെ വിജയം ഇവിടെയാണ്. കുടുംബജീവിതത്തിന്റെ ശക്തി ഇതാണ്. ഭാര്യയും ഭർത്താവും അവർ ഒരുമിച്ച്, മാതാപിതാക്കളും മക്കളും ഒരുമിച്ച്
ഇതാണ് കുടുംബ ജീവിതത്തിന്റെ വിജയവും കരുത്തും. ഇവർ ഒരുമിച്ച് കർത്താവിന്റെ മുൻപിൽ നീതിനിഷ്ഠയോടെ ജീവിച്ചു. ദൈവ ഭയമുള്ള കുടുംബമായിരുന്നു. കർത്താവ് പണിയുന്ന കുടുംബത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ദൈവ ഭയമുള്ള കുടുംബങ്ങളാണ്. ദൈവഭയമുള്ള കുടുംബമാണ് ഇവരുടെ എന്നുള്ളതിന്റെ രണ്ട് തെളിവുകൾ ഇവിടെ വചനം പറയുന്നുണ്ട്. ഒന്ന്, അവർ കർത്താവിന്റെ മുൻപിൽ നീതിനിഷ്ഠരായി ജീവിച്ചു, വിശുദ്ധിയോടെ ജീവിച്ചു. രണ്ട്, കർത്താവിന്റെ വചനങ്ങളെ കുറ്റമറ്റ വിധം അനുസരിച്ചു. ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, എന്താണ് ഈ ദൈവഭയം എന്ന് പറയുന്നത്? ദൈവഭയത്തിന്റെ പ്രധാനമായ രണ്ട് ലക്ഷണങ്ങൾ, അടയാളങ്ങൾ എന്താണെന്ന് ഈ വചനത്തിലൂടെ തന്നെ പരിശുദ്ധാത്മ പഠിപ്പിക്കുക. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, അവർ ആ സമയത്താണ് വളരെ ശക്തമായിട്ട് ഇടിവെട്ടുമ്പോൾ ആ സമയത്ത് അവർ പെട്ടെന്ന് കുരിശു വരയ്ക്കും. ഇത് ദൈവഭയാണോ? ഇത് ദൈവഭയാണോ? ഇത് ദൈവഭയല്ല, ഇത് ഇടിവെട്ടിനോടുള്ള ഭയമാണ്. എന്നാൽ ദൈവഭയം എന്താ? അത് വിശുദ്ധ ജീവിതമാണ്. കർത്താവിന്റെ മുൻപിൽ, നമുക്ക് നാട്ടുകാരുടെ മുൻപിലൊക്കെ നല്ലവരായിട്ട് ചമയാം, വീട്ടുകാരുടെ മുൻപിലും നല്ലവരായിട്ടൊക്കെ നമുക്ക് അഭിനയിക്കാം. എന്നാൽ സർവജ്ഞാനിയായ 1000 സൂര്യനേക്കാൾ തേജസ്സുള്ള കണ്ണുകളുള്ള, ഒന്നുപോലും മറഞ്ഞിരിക്കാത്ത കർത്താവിന്റെ മുൻപിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നു പറയുന്നതാണ് ദൈവമക്കളെ യഥാർത്ഥ ദൈവഭയമെന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. അവർ കർത്താവിന്റെ ദൃഷ്ടിയിൽ, കർത്താവിന്റെ കൺമുൻപിൽ അവർ നീതിയോടെ ജീവിച്ചു. കർത്താവ് പണിയുന്ന കുടുംബത്തിന്റെ പ്രത്യേകത ഇതാ. ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു മകൻ എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ ഇന്ന് നമ്മൾ കർത്താവിന്റെ മുൻപിൽ എങ്ങനെയാ കഴിയുന്നത്? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ മേൽ കർത്താവിന്റെ കണ്ണുകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അവർ വിശുദ്ധ ജീവിതം നയിച്ചു. ദൈവഭയമുള്ള കുടുംബത്തിൽ നിന്നാണ് ദൈവഭയമുള്ള മക്കൾ ജനിക്കുന്നത്. നമ്മൾ വചനത്തിലൂടെ പഠിച്ചതാണ്. എന്തിനാണ് കർത്താവ് വിവാഹമെന്ന് കുദാശ സ്ഥാപിച്ചത്? ഓരോ കുടുംബത്തെയും ഈ ഭൂമിയിൽ എന്തിനാ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്? സ്വർഗത്തിന് ചെറിയ പതിപ്പുകളായി മാറാനാ. ഇന്ന് തിരുസഭയിലെ വലിയൊരു വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. സ്വർഗത്തിന്റെ ആനന്ദമാണ് കൊച്ചു ത്രേസ്യ. സെലി ഗോരിൻ എന്ന് പറയുന്ന കൊച്ചു ത്രേസ്യയുടെ അമ്മ, ലൂയി മാർട്ടിൻ എന്ന് പറയുന്ന കൊച്ചു ത്രേസ്യയുടെ അപ്പൻ, ഇവർ മാതാപിതാക്കൾ എന്ന നിലയിൽ വളരെ ദൈവഭയമുള്ളവരായിരുന്നു. സെലി ഗോരിനും ലൂയി മാർട്ടിനും കർത്താവിന്റെ വിശ്വസ്തതയിൽ ജീവിച്ച ദമ്പതികളായിരുന്നു. അവർ പ്രാർത്ഥിക്കുന്ന ദമ്പതികളായിരുന്നു. അവർ പരസ്പരം സ്നേഹിച്ച ദമ്പതികളായിരുന്നു. ഈ ദമ്പതികൾക്ക് 5 പെൺമക്കളെ കർത്താവ് ദാനമായിട്ട് നൽകുകയാണ്. ഈ 5 പെൺമക്കളും അവരുടെ ജീവിതം പൂർണ്ണമായും കർത്താവിന് സമർപ്പിച്ചു. അതിൽ അവസാനത്തെ മകളാണ് കൊച്ചു ത്രേസ്യ. അവൾ വലിയൊരു വിശുദ്ധയായിട്ട് മാറി. ഒരു 24 വയസ്സ് അവൾ ജീവിച്ചുള്ളെങ്കിലും അവൾ വലിയൊരു വിശുദ്ധയായി സഭ എന്ന് അവളെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ മധ്യസ്ഥയായിട്ട് ഉയർത്തി. സഭയുടെ ഒരു വേദപരംഗതയാണ് കൊച്ചു ത്രേസ്യ. എന്തുകൊണ്ടാണ് ഇതുപോലത്തെ വിശുദ്ധരെ സഭയ്ക്ക് കിട്ടിയത്? ഈ മാതാപിതാക്കളുടെ ദൈവഭയമാണ്. വചനത്തിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു, എലിസബത്ത് സക്രിയ ദമ്പതികൾ ദൈവഭയമുള്ളവരായിരുന്നു. അവർ ദൈവത്തിന് മുമ്പിൽ വിശുദ്ധിയോടെ ജീവിച്ചു. രണ്ടാമത് വചനം പറയുകയാണ്, അവർ കർത്താവിന്റെ കൽപ്പനകൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരായിരുന്നു. ദൈവഭയത്തിന്റെ രണ്ടാമത്തെ ഒരു അടയാളമാണ് അവർ എന്ത് വില കൊടുത്തും കർത്താവിന്റെ വചനത്തെ അനുസരിക്കും. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5:3 പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ് അർത്ഥം. ഇന്ന് പല മാതാപിതാക്കളും വളരെ വലിയ സങ്കടത്തോടു കൂടി വന്ന് പറയാറുണ്ട്, സഹോദര, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മക്കൾ പറയുന്നത് അനുസരിക്കുന്നില്ല, അവൾ അനുസരണക്കേട് കാണിക്കുന്നു. ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഞങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്, ഞങ്ങൾ വിഷമിക്കുന്നുണ്ട്. സഹോദര, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം മാതാപിതാക്കള് അവിടെ മക്കളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ അനുഭവമാണല്ലോ എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളെയും ഈ കൂട്ടായ്മയിൽ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങൾ അനുസരിക്കണോ? നിങ്ങളുടെ മക്കൾ നിങ്ങൾ അനുസരിക്കണോ? ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നു, ഒരപ്പൻ ഒരു അമ്മ എന്ന നിലയിൽ നമ്മൾ കർത്താവിനെ അനുസരിക്കുക. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാ. കർത്താവിനെ അനുസരിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ
അവരെ നിശ്ചയമായും അനുസരിച്ചിരിക്കും. കർത്താവ് എന്ത് പറയുന്നുവോ അതനുസരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. സക്രിയ എലിസബത്ത് ദമ്പതികളുടെ കുടുംബത്തെ കർത്താവ് പണിതു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് പണിയട്ടെ. നമ്മുടെ കുടുംബങ്ങൾ കർത്താവ് വസിക്കുന്ന കുടുംബങ്ങളായി മാറട്ടെ. ദൈവഭയത്തിന്റെ കുടുംബങ്ങളായി മാറണം. സക്രിയ എലിസബത്ത് ദമ്പതികളെ പോലെ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധിയിൽ ജീവിക്കുന്ന മാതൃകാ കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ തീരട്ടെ. എന്നോട് ഒരിക്കൽ കൂടെ ചോദിക്കുകയാണ്, നമ്മുടെ കുടുംബങ്ങൾ ഇത് ഏതിലാണ്? ആഹാബിന്റെ കുടുംബമാണോ? നാബാലിന്റെ കുടുംബമാണോ? അതോ ജോബിന്റെ കുടുംബമാണോ? അതോ സക്രിയ എലിസബത്ത് ദമ്പതികളുടെ കുടുംബത്തിലാണോ? നമ്മൾ ഇതിൽ ഏതിനപ്പെടുന്നത്? സ്വയം പരിശോധിക്കുക, ഏറ്റുപറയുക, കർത്താവ് നൽകുന്ന വചനത്തെ സ്വീകരിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.